ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും നല്ല സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്നലെ എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ല. ഇന്നലെ വീട്ടിലില്ലായിരുന്നു, പുറത്തായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും എടുക്കാനും ഒക്കെ ചേച്ചി ഞാനും കൂടെയൊക്കെ പോയി. അങ്ങനെ പിന്നെ ലേറ്റായി. പിന്നെ ഇന്നിപ്പം വെളുപ്പാങ്കാലത്തെ പോകണം എന്നുള്ളതുകൊണ്ട് പിന്നെ ചേട്ടൻ വന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരത്തെ കിടക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് രാവിലെ എണീറ്റ് പോരാൻ പറ്റത്തുള്ളൂ. 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ഇവിടെ നമ്മുടെ എറണാകുളത്താണ്, മാർക്കറ്റ് റോഡിലാണ്. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയി അവിടെ നിന്ന് ഇങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ അവിടെ തന്നെയാണ്. ഇപ്പോഴും റോഡിലാണ്. ഞാൻ വണ്ടിയിലിരിക്കുകയാണ്. ചേട്ടൻ പോയേക്കുന്ന സാധനം എടുത്തിട്ട് വരാനായിട്ട് ദേണ്ടേ റോഡിൽ കിടക്കുകയാണ്. ഇത് എവിടെയാണെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഞാനിങ്ങോട്ടൊന്നും അധികം അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴും ചേട്ടനോട് വന്നാലും ഇങ്ങനെ നടന്നു എന്നല്ലാതെ എനിക്കൊന്നും ഒരു എത്തും പിടുത്തവും ഇല്ല. ഏത് വഴിക്ക് പോയെന്നോ ഏത് വഴിക്ക് വന്നെന്നോ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ ഷോപ്പിലേക്ക് വേണമെന്ന ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാനും എടുക്കാനും എല്ലാം അങ്ങനെയൊക്കെ പർച്ചേസും കാര്യങ്ങളുമായിട്ടൊക്കെ പോയിരുന്നു. എന്തായാലും ഇപ്പോഴും വണ്ടിയിലിരിക്കുകയാണ്. ഇനി വീട്ടിലെത്തണം. എപ്പോഴാണ് എത്തുന്നതെന്ന് അറിയത്തില്ല. അറിയാമല്ലോ, ഇത്രയും ദൂരം പോകണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമ്മുടെ എറണാകുളത്തുള്ള ഫ്രണ്ട്സ് എല്ലാം എനിക്ക് കമൻ്റ് ഇട്ടേക്കണം. ഞാൻ നിങ്ങളുടെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കേട്ടോ. നമ്മുടെ രമ്യ, എനിക്ക് പറയാൻ പറ്റിയില്ലടാ, പെട്ടെന്ന് ഉള്ള തീരുമാനമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ എല്ലാം. അപ്പോൾ ഭയങ്കര തിരക്കാണ്. നമ്മളെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ഒരു തിരക്കാണ്, നല്ല തിരക്കാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓക്കെ, ബൈ. ഇടാൻ പറ്റത്തില്ല, നെറ്റില്ല, പിന്നെ ഫോണിന് ചാർജ് ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ വണ്ടിയിലിരുന്നാൽ അറിയാമല്ലോ, നമുക്ക് ഇടാൻ പറ്റത്തില്ല. എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് ഒട്ടും ഇടാൻ പറ്റത്തില്ല. ചൂടായി ഹീറ്റായ അന്ന് ഞാൻ കൊല്ലം പോകുന്നതിൻ്റെ അന്ന് ഇട്ടിരുന്നപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ചൂടായിട്ടേ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ശ്രമിക്കാത്തത് അതിന്. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് കേട്ടോ. നാളെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.